ഫോർത്ത് വൺ അത് നമ്മൾ അതിന്റെ ലിമിറ്റ് കാണാൻ പഠിച്ച എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഈസ് കണ്ടിന്യൂസ് ഓൺ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിൽ എഫ് കണ്ടിന്യൂസ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പം എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ആണ്, വേർ എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഒരു ആർബിട്രറി സി ഗ്രേറ്റർ ദാൻ 0 എടുത്തിട്ട് ഒരു ആർബിട്രറി സി ഗ്രേറ്റർ ദാൻ 0 എടുത്തിട്ട് നമുക്ക് എന്ത് കാണിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കാണിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് സി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആർബിട്രറി പോയിന്റ് സി ഗ്രേറ്റർ ദാൻ 0 എടുക്കാം. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ആർബിട്രറി സി ഗ്രേറ്റർ ദാൻ 0 എടുത്തിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി ആണെന്ന് കാണിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇവിടെ എഫ് ഓഫ് സി എന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് 1/x ആണ്. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് 1/c. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/c ടു ഷോ ദാറ്റ്. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/c ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സിയിൽ ഇത് കണ്ടിന്യൂസ് ആണ്. സിയിൽ കണ്ടിന്യൂറ്റി കിട്ടിക്കഴിഞ്ഞാൽ സി ഒരു ആർബിട്രറി പോയിന്റ് ആയിരുന്നു. അപ്പം ഗ്രേറ്റർ ദാൻ 0 വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിനും ഇത് ട്രൂ ആണെന്ന് നമുക്ക് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ആദ്യം കാണിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈക്വൽ ടു 1/c ആണെന്ന് കാണിക്കണം. നമ്മൾ ഇന്ന് രാവിലെയും പറഞ്ഞതാണ്, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ടു ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എൽ എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഉണ്ട് സച്ച് ദാറ്റ് whenever 0 less than mod x minus c less than delta modulus of f of x minus l is less than epsilon. ഇവിടെ നമുക്ക് എല്ലിന് പകരം എന്താ 1/c ആണ്. അപ്പൊ നമുക്ക് ഓരോ എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സച്ച് ദാറ്റ് whenever 0 less than mod x minus c less than delta modulus of f of x minus 1/c is less than epsilon. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അത് നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു സി ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. എന്നിട്ട് നമുക്ക് കാണിക്കേണ്ടത് എഫ് ഓഫ് എക്സ് മൈനസ് 1/c. എഫ് ഓഫ് എക്സ് മൈനസ് 1/c ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. whenever 0 less than mod x minus c less than delta വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് മൈനസ് 1/c ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് 1/cയുടെ വാല്യൂ നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 1/x. അപ്പൊ അത് അതിന് നമുക്ക് 1/x മൈനസ് 1/c എൽ സി എടുക്കുമ്പോൾ അത് മോഡുലസ് ഓഫ് സി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സി എക്സ് എന്ന് വരും. മോഡുലസ് ഓഫ് 1/x മൈനസ് 1/c നമുക്ക് മോഡുലസ് ഓഫ് സി മൈനസ് എക്സ് ബൈ സി എക്സ്. ഇവിടെ സിയും പോസിറ്റീവ് ആണ്, എക്സും പോസിറ്റീവ് അല്ലെ. ഈ സെറ്റ് എയിൽ മൊത്തം എക്സ് പോസിറ്റീവ് ആണ്, സി പോസിറ്റീവ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ദിസ് ഈ മോഡുലസ് നമുക്ക് മാറ്റാം. ഇനി മോഡുലസ് ഓഫ് എക്സ് മൈനസ് സിയും സി മൈനസ് എക്സും സെയിം ആയതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു 1/cx. സിയും പോസിറ്റീവ് ആണ്, എക്സും പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് മാറ്റാം. മോഡുലസ് ഓഫ് സി മൈനസ് എക്സും എക്സ് മൈനസ് സിയും സെയിം ആണ്. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c എന്ന് പറയുന്നത് 1/cx ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി. ഇതിനെ ഇക്വേഷൻ 1 എടുക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ലെസ് ദാൻ എപ്സിലോൺ വരുന്ന കണ്ടീഷനാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി യുടെ വാല്യൂ എങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് ഇത് ലെസ് ദാൻ എപ്സിലോൺ വരുന്നത്, ദിസ് ടേം ഇത് മൊത്തത്തിൽ ലെസ് ദാൻ എപ്സിലോൺ വരുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ നേരത്തെ ലിമിറ്റ് കണ്ടപ്പം ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം സി ഗ്രേറ്റർ ദാൻ 0 ആണ്. സി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് c/2 പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ c/2 എന്നുള്ള കണ്ടീഷൻ ഒന്ന് നോക്കുക. മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സും പോസിറ്റീവ് ആണ്, സിയും പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ c/2 വരുന്നത് നോക്കുവാണെങ്കിൽ മോഡുലസ് മാറ്റുമ്പോൾ മൈനസ് c/2 ലെസ് ദാൻ എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ c/2 എന്ന് വരും. സി ആഡ് ചെയ്യുമ്പം c മൈനസ് c/2 c/2 ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3c/2 എന്ന് വരും. ഇനി നമുക്ക് സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം c²/2 ലെസ് ദാൻ സി എക്സ്, സി പോസിറ്റീവ് ആണ്, ലെസ് ദാൻ 3c²/2. നമ്മൾ ആദ്യം ചെയ്തത് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ c/2 എടുത്തു. എന്നിട്ട് മോഡുലസ് മാറ്റുമ്പോൾ മൈനസ് c/2നും പ്ലസ് c/2നും ഇടയ്ക്ക് എക്സ് മൈനസ് സി വരും. അത് ആദ്യം ഇവിടെ ചെയ്തു. പിന്നെ സി ആഡ് ചെയ്യുമ്പം c മൈനസ് c/2 c/2 ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് c/2 3c/2. എന്നിട്ട് സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം c²/2. കാരണം നമുക്ക് സി എക്സിന്റെ വാല്യൂ വേണ്ടത്, 1/cxന്റെ വാല്യൂ ആണല്ലോ വേണ്ടത്. അപ്പം c²/2 ഈസ് ലെസ് ദാൻ സി എക്സ് ലെസ് ദാൻ 3c²/2 എന്ന്. സിയും എക്സും പോസിറ്റീവ് ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1/cx ഈസ് ലെസ് ദാൻ 2/c² എന്ന് വരികയല്ലേ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും.
സി സ്ക്വയർ ബൈ ടു ഈസ് ലെസ് ദാൻ സി എക്സ്. ഇത്രയും പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സി സ്ക്വയർ ബൈ ടു ഈസ് ലെസ് ദാൻ സി എക്സ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാലിറ്റി തിരിഞ്ഞു വരും. 1/cx ഈസ് ലെസ് ദാൻ അല്ലെങ്കിൽ 2/c² ഈസ് ഗ്രേറ്റർ ദാൻ 1/cx എന്നാണ് വരുന്നത്. അതിനെ നമ്മൾ തിരിച്ചു എഴുതുമ്പോൾ 1/cx ഈസ് ലെസ് ദാൻ 2/c². ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പം നമുക്ക് ഇവിടെ 1/cx വാല്യൂ ഈസ് ലെസ് ദാൻ 2/c². ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് 0 ലെസ് ദാൻ 1/cx ഈസ് ലെസ് ദാൻ 2/c² എഴുതാലോ. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ചെയ്തത് നമ്മൾ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു എടുത്തു. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ സി ബൈ ടുവിനും 3c/2 ഇടയ്ക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് സി എക്സ് വേണ്ടത് കൊണ്ട് നമ്മൾ സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ സി സ്ക്വയർ ബൈ ടു ഈസ് ലെസ് ദാൻ സി എക്സ് ഈസ് ലെസ് ദാൻ 3c²/2 എന്ന് കിട്ടി. നമുക്ക് 1/cxന്റെ വാല്യൂ വേണ്ടേ? 1 എടുക്കുമ്പോൾ ഇൻഇക്വാലിറ്റി തിരിഞ്ഞു വരും. അപ്പൊ 2/c² ഈസ് ഗ്രേറ്റർ ദാൻ 1/cx. അതിനെ തിരിച്ചെഴുതുമ്പോൾ 1/cx ഈസ് ലെസ് ദാൻ 2/c². ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് 0 ലെസ് ദാൻ 1/cx ഈസ് ലെസ് ദാൻ 2/c² എന്ന് വരും. അപ്പൊ ഈ കണ്ടീഷൻ എപ്പോഴാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു കിട്ടിയപ്പം നമുക്ക് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു കിട്ടിയപ്പോൾ ഈ കണ്ടീഷൻ കിട്ടിയപ്പോൾ ഒന്നും കൂടെ നമ്മൾ എടുത്ത് എഴുതുവാണെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് മോഡുലസ് ഓഫ് f of x minus 1/c is equal to 1/cx into mod x minus c. ഇതിനെ ഇക്വേഷൻ 1 എന്ന് എടുത്ത് എഴുതി വെച്ചു. എന്നിട്ട് if mod x minus c is less than c by 2 we have, ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 0 less than 1/cx is less than 2/c². ഇതല്ലേ നമുക്കിപ്പോൾ കിട്ടിയത്? അതായത് നമ്മൾ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു എടുത്തപ്പോൾ ഈ കണ്ടീഷൻ കിട്ടി. അതാണ് അവിടെ എഴുതി. പിന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c ഇക്വേഷൻ 1 ആയിട്ട് നമ്മളിവിടെ 1/cx ഇൻറ്റു മോഡ് എക്സ് മൈനസ് സി എഴുതി. അത് ഞാൻ ഒന്നും കൂടെ ഇവിടെ എടുത്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു വരുമ്പം ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. അപ്പം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c ഈസ് ഈക്വൽ ടു 1/cx ഇൻറ്റു മോഡ് എക്സ് മൈനസ് സി. ഇനി മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു വരുമ്പോൾ നമുക്ക് 1/cx ഈസ് ലെസ് ദാൻ 2/c² എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ 2. അപ്പം നമുക്ക് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു വരുമ്പം ഈ കണ്ടീഷനോട് നമ്മൾ കൊടുക്കും. അപ്പം ഇഫ് മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ സി ബൈ ടു, ഇത് ലെസ് ദാൻ സി ബൈ ടു വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c എന്ന് പറയുന്നത് 1/cxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈസ് ലെസ് ദാൻ 1/cx ഈസ് ലെസ് ദാൻ 2/c² എന്ന് പറയാലോ. ഇവിടെ ഈക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ 1/cxനെ അതിനേക്കാളും വലിയ 2/c² വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈക്വൽ എന്നുള്ളത് ലെസ് ദാൻ ആയിട്ട് മാറി. അപ്പോൾ 1/cxന് പകരം 2/c² ഇൻറ്റു മോഡ് എക്സ് മൈനസ് സി. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തു. അപ്പം മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ ടു വരുമ്പോൾ 1/cx ലെസ് ദാൻ 2/c² ആണ്. അത് അപ്ലൈ ചെയ്യുമ്പം ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഈസ് ലെസ് ദാൻ 1/cxന് പകരം 2/c² ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ ഫോമിൽ കിട്ടണം. ഇത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു c²/2 എടുക്കുവാണെങ്കിൽ ഇത് എപ്സിലോൺ c²/2 എടുക്കുമ്പോൾ c² പോയി 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഇത് എപ്സിലോൺ എന്ന് കിട്ടും. സോ വി ടേക്ക് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ്, കാരണം ലെസ് ദാൻ c/2 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടം വരെ കിട്ടുള്ളൂ. അപ്പം അത് ലെസ് ദാൻ c/2 ആയിരിക്കണം, ലെസ് ദാൻ c²/2 ആയിരിക്കണം. അപ്പോൾ രണ്ട് കണ്ടീഷനും അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് ദിസ് 2 എടുക്കുവാണെങ്കിൽ whenever 0 less than mod x minus c less than delta. അപ്പം ഡെൽറ്റ ലെസ് ദാൻ c/2 ആയതുകൊണ്ട് നമുക്ക് ഇവിടം വരെ കിട്ടും. അപ്പം നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c വിൽ ബി ലെസ് ദാൻ 2/c² ഇൻറ്റു മോഡ് എക്സ് മൈനസ് സി. കാരണം ലെസ് ദാൻ c/2 ആയതുകൊണ്ട് ഇതുണ്ട്. ഇനി അത് ലെസ് ദാൻ c²/2 ആയതുകൊണ്ട് 2/c² ഇൻറ്റു c²/2. c²ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എപ്സിലോൺ എന്ന് പറയും. അപ്പം whenever 0 less than mod x minus c less than delta, ലെസ് ദാൻ c/2 ആകുമ്പോൾ ഇത് എഴുതാം, ലെസ് ദാൻ ഇതാവുമ്പം ഇതും എഴുതാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? whenever 0 less than mod x minus c is less than delta, we have മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതിൽ നിന്ന് നമുക്ക് ലിമിറ്റിന്റെ ഡെഫിനിഷൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/c ആണെന്ന് കിട്ടും. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈക്വൽ ടു 1/c ആണ്.
1/c എന്ന് പറയുന്നത് എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് പറയാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഗ്രേറ്റർ ദാൻ സീറോ. സി എലമെന്റ് ഓഫ് ആർ ആണ്. ഒരു ആർബിട്രറി സി ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് എഫ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനും എഫ് കണ്ടിന്യൂസ് ആണ് പറയാൻ പറ്റും.